ഹലോ. അപ്പോൾ അതായത് കണ്ടോ, സിന്ദൂരമാണ് ഞാൻ തൊടാൻ വേണ്ടി എടുക്കുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നാലൊരു വീഡിയോ എടുത്താലോ എന്ന്. ഈ ഒരു മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിന്ദൂരം തൊടാൻ ഇഷ്ടമുള്ളവരുണ്ട്, അതായത് തൊടാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളവരുണ്ട്. ഇനി ഇഷ്ടമില്ലാത്തവരുമുണ്ട്. പിന്നെ ചിലരുണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല, വലിയ വിശ്വാസം ഇല്ല, ഇതിനോടൊന്നും ഇതിട്ട് കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആരെയും തെറ്റ് പറയാൻ പറ്റില്ല, എല്ലാം അവരവരുടെ ചോയ്സാണ്, അവരവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാതിരിക്കാൻ പറ്റില്ല അങ്ങനെയല്ല, എനിക്ക് ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ മറക്കാത്ത ദിവസങ്ങളിലൊക്കെ മാക്സിമം ഞാൻ സിന്ദൂരം ഇടാറുണ്ട്. എനിക്ക് കൂടുതലും ഇഷ്ടം സിന്ദൂരം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സിന്ദൂരം എന്ന് പറയുന്നത് ഞങ്ങൾ ആറ്റുകാല പോയപ്പോൾ അവിടെ നിന്ന് പൂജിച്ച് വാങ്ങിയ സിന്ദൂരമാണ് ഞാൻ തൊടാറുള്ളത്. ഈ ഒരു സ്റ്റിക്കും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല, അതിനോട് എനിക്ക് ഒട്ടും ഒരു ഇഷ്ടമില്ല സ്റ്റിക്ക് ഇടുന്നതിനോട്. സാധാരണ പൊടി പോലുള്ള സിന്ദൂരമാണ് എനിക്ക് കൂടുതലും ഇടാനായിട്ട് താല്പര്യം, സ്റ്റിക്ക് ഇടുന്നതിനോട് താല്പര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിന്ദൂരം ഇടുന്ന ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുറച്ച് ഫാഷനും കാര്യം ഇപ്പോഴല്ല കുറേ നാളായിട്ട് ഉള്ളൊരു ഫാഷനാണ് സിന്ദൂരം ഇടുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ തലമുടിയിൽ തൊടാതെ, അതായത് നമ്മുടെ അവിടെ ടച്ച് ചെയ്യാതെ ഇവിടെ ഈ ഭാഗത്തായിട്ട് സിന്ദൂരം തൊടുന്നത്, സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടായാലും അല്ലാതെ ആയാലും ഈ ഒരു ഭാഗത്ത്, അതായത് ടച്ച് ചെയ്യാതെ തലയിലും തലമുടിയിലും ടച്ച് ചെയ്യാതെ ഈ ഒരു ഭാഗത്ത് ഒരിടത്തും ടച്ച് ചെയ്യാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാഷന് വേണ്ടിയിട്ട് സിന്ദൂരം ഇടുന്നതുണ്ട്. ഞാൻ അങ്ങനെ ഇടുന്നവരെ തെറ്റ് പറയുന്നതോ നെഗറ്റീവ് പറയുന്നതോ അല്ല, പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഒരു കാരണവശാലും സിന്ദൂരം അങ്ങനെ ടച്ച് ചെയ്യാതെ നമ്മുടെ തലമുടിയിൽ ടച്ച് ചെയ്യാതെ, തലയിലും ടച്ച് ചെയ്യാതെ അങ്ങനെ ഇടാൻ ഒരിക്കലും, താഴ്ത്തിയിട്ട് ഒരിക്കലും അങ്ങനെ ഇടാൻ പാടുള്ളതല്ല എന്നാണ് പറയാറുള്ളത്. കാരണം അത് ദോഷം ചെയ്യും, അങ്ങനെ ഇടുന്നത് ദോഷമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്കറിയാമെന്നുള്ളത്. അപ്പോൾ അത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അത് ഫോളോ ചെയ്യരുത്. അതായത് മാറ്റാൻ താല്പര്യമുള്ളവർ, ചിലർ പറഞ്ഞാൽ പോലും കേൾക്കാത്തവരുണ്ട്, പറഞ്ഞാൽ പോലും അതൊന്നും മൈൻഡാക്കാതെ അത് തന്നെ വീണ്ടും തുടർന്ന് പോകുന്നവരുണ്ട്. അപ്പോൾ അത് മാറ്റാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇടാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. അത് ദോഷം ഉണ്ടാകും, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ദോഷം വരിക എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഞാനും അങ്ങനെ ഇടാറില്ല. അത് ചെയ്യുന്നത് കാണുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ. പിന്നെ നമ്മൾ സിന്ദൂരം തൊടുന്നത് ഈ ഒരു വിരലുണ്ടല്ലോ, ഈ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സിന്ദൂരം തൊടാനായിട്ട്. ഈ ഒരു ചൂണ്ടുവിരലിനെക്കാളും ഈ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് സിന്ദൂരം തൊടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് പെർഫെക്റ്റ് അല്ല. ഞാനിപ്പോൾ എനിക്ക് അതായത് ഫോണിൽ നോക്കിയിട്ട് ഇടുന്നത് എനിക്ക് അത്ര ഓക്കെ ആവില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കര വലുതായി, ഇതിപ്പോൾ ഇച്ചിരി വലുതായി പോയി. ഞാൻ ഇത്രയും വലുതാക്കിയല്ല ഇടുന്നത്, കുഞ്ഞിതായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ വലുതായി പോയതാണ്. ഞാൻ കണ്ണാടി നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ ഒരു കുറിയും തൊട്ടിട്ടുണ്ട്. ഈ ഒരു കുറി സിന്ദൂരമൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരു സംതൃപ്തി, ഒരു സന്തോഷം, അതുപോലെ ഒരു പോസിറ്റിവിറ്റി, അതൊക്കെ ഇല്ലാത്തവർക്ക് ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. എനിക്ക് അതൊക്കെയാണൊരു സന്തോഷം, ഒരു സംതൃപ്തി ഒക്കെ കിട്ടും. നല്ലൊരു കുറിയൊക്കെ ഇടുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. അതൊന്നും അങ്ങനെ ഇല്ലാത്തവരോട് ഞാനൊന്നും പറയുന്നില്ല, ഒരു കുറ്റവും പറയുന്നില്ല. അതൊക്കെ അവരവരുടെ ചോയ്സാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കണ്ടവർക്കും ടാറ്റാ ബൈ.